Dear students, welcome back to our physics class. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ലെറ്റസ് വിലയിരുത്താം എന്ന ഭാഗത്ത് നൽകിയിരിക്കുന്ന കുറച്ച് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. നമ്മൾ ആദ്യം ചെയ്യുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ്. 0.5 ആംപിയർ കറണ്ട് ഫ്ലോസ് ത്രൂ ആൻ ഇലക്ട്രിക് ഹീറ്റിംഗ് ഡിവൈസ് കണക്റ്റഡ് ടു 230 വോൾട്ട് സപ്ലൈ. ഇവിടെ വോൾട്ടേജ് നമുക്ക് തന്നിരിക്കുന്നത് 230 വോൾട്ട്. കറണ്ട് I is equal to 0.5 ആംപിയർ എന്ന് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ ഇതാണ്. ദ ക്വാണ്ടിറ്റി ഓഫ് ചാർജ് ദാറ്റ് ഫ്ലോസ് ത്രൂ ദി സർക്യൂട്ട് ഇൻ 5 മിനിറ്റ്. 5 മിനിറ്റിൽ ഈ സർക്യൂട്ടിലൂടെ ഒഴുകുന്ന ചാർജ് എത്രയാണ്? നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ 5 മിനിറ്റ് എന്നുള്ളത് നമ്മൾ സെക്കൻഡിലേക്ക് മാറ്റുമ്പോൾ 5 ഗുണം 60 5 into 60 is equal to 300 സെക്കൻഡ് 300 സെക്കൻഡ് നമുക്ക് ലഭിക്കും. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ക്വാണ്ടിറ്റി ഓഫ് ചാർജ്, വൈദ്യുത ചാർജ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ അതിന് നമുക്ക് ഇക്വേഷൻ ഉപയോഗിക്കാം. Q is equal to I into T. അപ്പോൾ നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ലഭിക്കുന്നത് Q is equal to Iക്ക് പകരം 0.5 into Tക്ക് പകരം 300. 0.5 into 300. അപ്പോൾ ആൻസറായിട്ട് ലഭിക്കുന്നത് 150 കൂളോം, 150 കൂളോം എന്നുള്ള ഓപ്ഷനാണ് ഇതിലെ ശരി ഉത്തരം. അടുത്തതായിട്ട് ഓപ്ഷൻ ബി ഇതാണ്. ഹൗ മച്ച് ഈസ് ദ റെസിസ്റ്റൻസ് ഓഫ് ദി സർക്യൂട്ട്? സർക്യൂട്ടിൻ്റെ പ്രതിരോധം എത്രയാണ്? ഇപ്പോൾ നമ്മൾ ഓംസ് ലോ ഉപയോഗിച്ച് R സമം V/I. നമുക്ക് വോൾട്ടേജ് അറിയാം, 230 വോൾട്ടാണ്. കറണ്ട് 0.5 ആംപിയർ ആണ്. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 230/0.5 ഈക്വൽ ടു 460 ഓം, 460 ഓം എന്ന് നമുക്ക് പ്രതിരോധം ലഭിക്കും. അടുത്തത് ഓപ്ഷൻ സി ആണ്. കാൽക്കുലേറ്റ് ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് ജനറേറ്റഡ് വെൻ കറണ്ട് ഫ്ലോസ് ഇൻ ദ സർക്യൂട്ട് ഫോർ 5 മിനിറ്റ്. 5 മിനിറ്റ് നേരത്തേക്ക് കറണ്ട് ഫ്ലോ ചെയ്താൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപം എത്രയാണ്? അപ്പോൾ നമുക്ക് ഹീറ്റിൻ്റെ ഏത് ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇത് ചെയ്യാം. നമ്മളിവിടെ H is equal to VIT എന്ന ഇക്വേഷൻ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ H is equal to 230 into 0.5 into 300. അപ്പോൾ നമുക്ക് ആൻസറായിട്ട് ലഭിക്കുന്നത് 34,500 ജൂൾ, 34,500 ജൂൾ എന്ന് നമുക്ക് ഹീറ്റ് എനർജി ലഭിക്കും. ഓപ്ഷൻ ഡി. ഹൗ മച്ച് ഈസ് ദ പവർ ഓഫ് ദി ഹീറ്റിംഗ് ഡിവൈസ് കണക്റ്റഡ് ടു ദ സർക്യൂട്ട് ഇഫ് വി ഇഗ്നോർ ദ റെസിസ്റ്റൻസ് ഓഫ് ദി സർക്യൂട്ട്? അതായത് ഈ ഹീറ്റിംഗ് ഡിവൈസിൻ്റെ പവർ കണ്ടുപിടിക്കാനാണ് ചോദ്യം. നമുക്ക് പവറിൻ്റെ ഇക്വേഷൻ ഓർത്തിരിക്കാനായിട്ടൊരു എളുപ്പവഴി എന്ന് പറഞ്ഞാൽ ഹീറ്റിൻ്റെ ഇക്വേഷനിൽ നിന്ന് ടൈം ഒഴിവാക്കിയാൽ നമുക്ക് പവറിൻ്റെ ഇക്വേഷൻ ലഭിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഹീറ്റിൻ്റെ ഇക്വേഷൻസ് അറിയാം. അതിൽ നിന്ന് നമ്മൾ T ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും പവറിൻ്റെ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ടുള്ള P is equal to VI എന്ന ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യാം. അപ്പോൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ P is equal to 230 into 0.5 is equal to 115 വാട്ട് എന്ന് ലഭിക്കും. 115 വാട്ടാണ് ഇതിൻ്റെ പവറായിട്ട് ലഭിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3. അക്കോർഡിംഗ് ടു ജൂൾസ് ലോ ദ ഹീറ്റ് ജനറേറ്റഡ് ഡ്യൂ ടു ദ ഫ്ലോ ഓഫ് കറണ്ട് ഈസ് H is equal to I square RT. Will the heat developed increase on increasing the resistance without changing the voltage? Explain. ഇവിടെ ചോദ്യത്തിൽ പറയുന്നത് വോൾട്ടേജ് മാറാതെ റെസിസ്റ്റൻസ് കൂട്ടിയാൽ ഹീറ്റ് പ്രൊഡക്ഷൻ കൂടുമോ? ഇപ്പോൾ നമ്മൾ ഉത്തരം സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്കറിയാം റെസിസ്റ്റൻസ് കൂടിയാൽ കറണ്ട് കുറയും. ഹീറ്റിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് കറണ്ടാണ്. അതിനാൽ H is equal to I square RT എന്ന ഇക്വേഷനിൽ കറണ്ട് I കുറഞ്ഞാൽ ഹീറ്റ് എനർജിയും കുറയും. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ മാത്തമാറ്റിക്കൽ പ്രോബ്ലം തന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഹീറ്റ് പ്രൊഡക്ഷൻ വിൽ ഡിക്രീസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എ 230 വോൾട്ട് 115 വാട്ട് ഫിലമെൻറ്റ് ലാമ്പ് വർക്ക്സ് ഇൻ എ സർക്യൂട്ട് ഫോർ 10 മിനിറ്റ്. ഓപ്ഷൻ എ ഇതാണ്. വാട്ട് ഈസ് ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദി ബൾബ്? ഇവിടെ വോൾട്ടേജ് V is equal to 230 വോൾട്ട്, പവർ P is equal to 115 വാട്ട്. നമുക്ക് P is equal to V into I എന്ന ഇക്വേഷനിൽ നിന്ന് I is equal to P divided by V എന്ന് ലഭിക്കും. അതിനാൽ I is equal to 115 divided by 230 is equal to
0.5 ആംപിയർ, 0.5 ആംപിയർ കറണ്ട് എന്ന് ഉത്തരം ലഭിക്കും. ഇതിൻ്റെ ഓപ്ഷൻ ബി, ഹൗ മച്ച് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് ചാർജ് ദാറ്റ് ഫ്ലോസ് ത്രൂ ദി ബൾബ് ഇൻ 10 മിനിറ്റ്. ഇവിടെ 10 മിനിറ്റ് എന്നുള്ളത് നമ്മൾ സെക്കൻഡിലേക്ക് മാറ്റുമ്പോൾ 10 × 60, അത് 600 സെക്കൻഡ് എന്ന് ലഭിക്കും. ക്വാണ്ടിറ്റി ഓഫ് ചാർജ് Q is equal to IT, I into T, that is equal to 0.5 × 600. നമുക്ക് ലഭിക്കുന്നത് 300 കൂളം, 300 കൂളം എന്ന് ഉത്തരം ലഭിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 7. An electric heater conducts 4 ampere current when 60 volt is applied across its terminals. What will be the current if the potential difference is 120 volt? So heater 60 വോൾട്ടിൽ പ്രവർത്തിക്കുമ്പോൾ കറണ്ട് 4 ആംപിയർ ആണ്. നമുക്കറിയാം വോൾട്ടേജിലും കറണ്ടിലും നമുക്ക് മാറ്റം വരുത്താൻ കഴിയും. എന്നാൽ ഉപകരണത്തിൻ്റെ പ്രതിരോധം കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതിനാൽ ഉപകരണത്തിൻ്റെ പ്രതിരോധം R കണ്ടുപിടിക്കാനായിട്ട് ഓംസ് ലോ അനുസരിച്ച് R is equal to V/I, that is equal to 60 divided by 4. അപ്പോൾ നമുക്ക് ലഭിക്കുന്നത് 15 ഓം, 15 ഓം എന്ന് നമുക്ക് റെസിസ്റ്റൻസ് ലഭിക്കും. ക്വസ്റ്റ്യൻ്റെ സെക്കൻഡ് പാർട്ട്, വാട്ട് വിൽ ബി ദ കറണ്ട് ഇഫ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് 120 വോൾട്ട്. വോൾട്ടേജ് 120 ആക്കിയാൽ കറണ്ട് എത്രയാണെന്നാണ് ചോദ്യം. സോ V is equal to 120 വോൾട്ട്, റെസിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിച്ചു, R is equal to 15 ഓം. സോ I is equal to V/R, that is equal to 120/15, 8 ആംപിയർ എന്ന് നമുക്ക് ഉത്തരം ലഭിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 8. 3 resistors of 2 ohm, 3 ohm and 6 ohm are given in the class. ഓപ്ഷൻ എ ഇതാണ്. വാട്ട് ഈസ് ദ ഹയസ്റ്റ് റെസിസ്റ്റൻസ് ദാറ്റ് യു ക്യാൻ ഗെറ്റ് യൂസിങ് ഓൾ ഓഫ് ദം. നമുക്കറിയാം റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്താലാണ് പ്രതിരോധം കൂടുന്നത്. അതിനാൽ ഇവിടെ ഹയസ്റ്റ് റെസിസ്റ്റൻസ് കിട്ടാനായിട്ട്, ഉയർന്ന പ്രതിരോധം ലഭിക്കാനായിട്ട് നമുക്ക് ശ്രേണി രീതിയിൽ കണക്ട് ചെയ്യണം, സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണം. സോ R is equal to R1 + R2 + R3 എന്ന ഇക്വേഷൻ ഉപയോഗിക്കാം. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് 2 ohm + 3 ohm + 6 ohm, ദാറ്റ് ഈസ് 11 ohm, 11 ohm. ഇതായിരിക്കും ഈ 3 റെസിസ്റ്റേഴ്സ് ഉപയോഗിച്ച് ലഭിക്കാവുന്ന ഉയർന്ന പ്രതിരോധം. അതുപോലെ എൻ്റെ ഓപ്ഷൻ ബി, വാട്ട് ഈസ് ദ ലീസ്റ്റ് റെസിസ്റ്റൻസ് ദാറ്റ് യു ക്യാൻ ഗെറ്റ് യൂസിങ് ഓൾ ഓഫ് ദം. ഈ 3 പ്രതിരോധങ്ങൾ ഉപയോഗിച്ച് ലഭിക്കാവുന്ന ഏറ്റവും കുറഞ്ഞ പ്രതിരോധം എത്രയായിരിക്കും? ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, റെസിസ്റ്റേഴ്സ് പ്രതിരോധം കുറയണമെങ്കിൽ പാരലൽ കണക്ഷൻ ആയിരിക്കണം, അതായത് സമാന്തര രീതിയിൽ ബന്ധിപ്പിക്കുമ്പോഴാണ് പ്രതിരോധം കുറയുന്നത്. സോ ഇവിടെ 3 റെസിസ്റ്റേഴ്സ് ഉള്ളതുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാം 1/R is equal to 1/R1 + 1/R2 + 1/R3. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കും 1/R is equal to 1/2 + 1/3 + 1/6. ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ എളുപ്പത്തിനായിട്ട് ഡിനോമിനേറ്റർ എല്ലാം ഒരുപോലെ ആക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നു 1/R is equal to 6/6, that is equal to 1. 1/R is equal to 1, അതായത് നമ്മൾ റെസിപ്രോക്കൽ എടുത്താലും അവിടെ റെസിസ്റ്റൻസ് 1 തന്നെ ആയിരിക്കും. അപ്പോൾ ഈ 3 പ്രതിരോധങ്ങൾ ഉപയോഗിച്ച് ലഭിക്കാവുന്ന ലീസ്റ്റ് റെസിസ്റ്റൻസ്, ഏറ്റവും കുറഞ്ഞ പ്രതിരോധം 1 ohm ആയിരിക്കും. ഓപ്ഷൻ സി ഇതാണ്. ക്യാൻ യു മേക്ക് എ റെസിസ്റ്റൻസ് 4.5 ohm യൂസിങ് ദീസ് 3? ഡ്രോ ദി സർക്യൂട്ട്. അതായത് ഈ 3 റെസിസ്റ്റൻസ് ഉപയോഗിച്ചുകൊണ്ട് 4.5 ohm ലഭിക്കുന്ന ഒരു സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് ലഭിക്കേണ്ടത് 4.5 ohm ആണ്. അതിനാൽ നമ്മൾ ഒരിക്കലും 6 ohm റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യരുത്. കാരണം 6 ohm സീരീസ് ആയി കഴിഞ്ഞാൽ ശ്രേണി രീതിയിൽ കണക്ട് ചെയ്താൽ നമുക്ക് ഉത്തരം 6ൽ കൂടുതൽ ലഭിക്കും. അതുകൊണ്ട് നമ്മൾ 6 ohm ഒരിക്കലും ഇവിടെ സർക്യൂട്ടിൽ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യരുത്. അപ്പോൾ 6 ohm നമുക്ക് പാരലായിട്ട് കണക്ട് ചെയ്യാം. 6 ohമിൻ്റെ കൂടെ ഏത് റെസിസ്റ്റൻസ് പാരലായിട്ട് ഉപയോഗിക്കണമെന്ന് നമ്മൾ കാൽക്കുലേഷൻ ചെയ്തിട്ട് ശരി ഉത്തരം മാത്രമേ 6 ohമിൻ്റെ കൂട്ടത്തിൽ പാരലായിട്ട് കണക്ട് ചെയ്യാവുള്ളൂ. അപ്പോൾ നമ്മളിവിടെ 6 ohm ആൻഡ് 2 ohm ആർ കണക്റ്റഡ് ഇൻ പാരലൽ. ഇതിനോടൊപ്പം തന്നെ നമ്മൾ 3 ohm സീരീസ് ആയിട്ടും കണക്ട് ചെയ്യുന്നു. അതായത് 6 ohmഉം 2 ohmഉം സമാന്തര രീതിയിൽ ഘടിപ്പിച്ച് അതിനോട് സീരീസ് ആയിട്ട് ശ്രേണി രീതിയിൽ 3 ohm ഘടിപ്പിക്കുക. അപ്പോൾ 6 ohm 2 ohm ഇത് രണ്ടും പാരലായിട്ട് കണക്ട് ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന ഉത്തരം 1.5 ohm ആണ്. ഈ 1.5 ohമിനോട് കൂട്ടത്തിൽ നമ്മൾ 3 ohm കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 3 ohm ഇതിനോട് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 1.5 + 3
നമുക്ക് ലഭിക്കുന്നത് 4.5 ഓം ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 9. എ ഗേൾ ഹാസ് മെനി റെസിസ്റ്റേഴ്സ് ഓഫ് 2 ഓം ഈച്ച്. ഷീ നീഡ്സ് എ സർക്യൂട്ട് ഓഫ് 9 ഓം റെസിസ്റ്റൻസ്. ഫോർ ദിസ് ഡ്രോ എ സർക്യൂട്ട് വിത്ത് ദ മിനിമം നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ്. ഇപ്പോൾ 2 ഓമിൻ്റെ ഒത്തിരി റെസിസ്റ്റേഴ്സ് ഉണ്ട്. നമുക്ക് ലഭിക്കേണ്ടത് 9 ഓമിൻ്റെ ഒരു സർക്യൂട്ടാണ് ആവശ്യം. കണ്ടീഷൻ ഇതാണ്, മിനിമം നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ് ഉപയോഗിച്ച് ഈ 9 ഓം ലഭിക്കത്തക്ക രീതിയിലാണ് സർക്യൂട്ട് വരയ്ക്കേണ്ടത്. ഏറ്റവും കുറവ് പ്രതിരോധങ്ങൾ ഉപയോഗിച്ച് 9 ഓം പ്രതിരോധം ലഭിക്കണം. നമുക്കറിയാം പ്രതിരോധം കൂടുന്നത് എപ്പോഴും സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ്. അതിനാൽ 2 ഓമിൻ്റെ 4 എണ്ണം സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ നമുക്ക് 8 ഓം ലഭിക്കും. ബാലൻസ് നമുക്ക് 1 ഓം കൂടി ആവശ്യമുണ്ട്. അതിനായിട്ട് നമ്മൾ 2 ഓമിൻ്റെ പ്രതിരോധങ്ങൾ പാരലായിട്ട് കൂടി കണക്ട് ചെയ്യുക. 2 പ്രതിരോധങ്ങൾ പാരലായാൽ അവിടെ ഉത്തരം അതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് നമുക്ക് 1 ഓം ലഭിക്കും. അപ്പോൾ സർക്യൂട്ട് ഇപ്രകാരമായിരിക്കും. 4 2 ഓം റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ട് വരയ്ക്കുക. അതിനോട് ചേർന്ന് 2 ഓം റെസിസ്റ്റേഴ്സ് പാരലായിട്ട് കൂടി കണക്ട് ചെയ്യുക. അപ്പോൾ ടോട്ടൽ 8+1 9 ഓം എഫക്റ്റീവ് റെസിസ്റ്റൻസ് ലഭിക്കും. നെക്സ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 12 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഹൗ മച്ച് വിൽ ബി ദ പവർ ഓഫ് എ 220 വോൾട്ട് 100 വാട്ട് ഇലക്ട്രിക് ബൾബ് വർക്കിംഗ് അറ്റ് 110 വോൾട്ട്. ഇപ്പോൾ തന്നിരിക്കുന്ന ബൾബ് 220 വോൾട്ടിൽ പ്രവർത്തിക്കുമ്പോൾ പവർ 100 വാട്ടാണ്. സോ വോൾട്ടേജ് V is equal to 220 വോൾട്ട്, പവർ P is equal to 100 വാട്ട്. ഇവിടെ നമുക്ക് റെസിസ്റ്റൻസ് R ആദ്യം കണ്ടുപിടിക്കണം. സോ R is equal to V square by P. നമുക്ക് ആൻസർ ആയിട്ട് ലഭിക്കുന്നത് 220 × 220 divided by 100. റെസിസ്റ്റൻസ് R is equal to 484 ഓം എന്ന് ലഭിക്കും. അപ്പോൾ പ്രതിരോധം 484 ഓം എന്ന് ലഭിക്കും. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 110 വോൾട്ടിൽ പ്രവർത്തിച്ചാൽ പവർ എത്രയായിരിക്കും. അപ്പോൾ നമ്മൾ വോൾട്ടേജ് ചേഞ്ച് ചെയ്യുക. വോൾട്ടേജ് V is equal to 110 ആക്കുക. റെസിസ്റ്റൻസ് നമുക്ക് കിട്ടി 484 ഓം. അപ്പോൾ നമുക്ക് പവറിൻ്റെ ഇക്വേഷൻ എഴുതാം. P is equal to V square by R, that is equal to 110 × 110 divided by 484. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 25 വാട്ട് എന്ന് ലഭിക്കും. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ കറക്റ്റ് ആൻസർ 25 വാട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 14. വെൻ എ 12 വോൾട്ട് ബാറ്ററി ഈസ് കണക്റ്റഡ് ടു റെസിസ്റ്റർ 2.5 milliampere current flows through the circuit. If so, what is the resistance of the resistor? അപ്പോൾ നമുക്ക് വോൾട്ടേജ് തന്നിട്ടുണ്ട്. V is equal to 12 വോൾട്ട്. കറണ്ട് I is equal to 2.5 milliampere. 2.5 milliampere എന്ന് പറയുന്നാൽ 2.5 × 10⁻³ ആംപിയർ ആണ്. അതായത് 2.5 divided by 1000. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റെസിസ്റ്റൻസ് R ആണ്. R is equal to V divided by I. ഇപ്പോൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 12 divided by 2.5 × 10⁻³ അല്ലെങ്കിൽ 12 divided by 2.5 divided by 1000. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ ആയിട്ടുള്ള 1000 ന്യൂമറേറ്ററിലോട്ട് പോകും, മുകളിലേക്ക് പോകും. അപ്പോൾ ആൻസർ ഇങ്ങനെ വരും. 12 × 1000 divided by 2.5, that is equal to 12,000 by 2.5. ആൻസർ ലഭിക്കുന്നത് 4800 ഓം, 4800 ഓം എന്ന് നമുക്ക് ഉത്തരം ലഭിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 15. ഇഫ് 0.2 ഓം, 0.3 ഓം, 0.4 ഓം, 0.5 ohm and 12 ohm resistors are connected to a 9 volt battery in parallel, what will be the current through the 12 ohm resistor? ഇവിടെ റെസിസ്റ്റേഴ്സ് പാരലായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് എത്ര റെസിസ്റ്റേഴ്സ് പാരലായിട്ട് കണക്ട് ചെയ്താലും വോൾട്ടേജ് സെയിം ആയിരിക്കും. അതായത് ഓരോ റെസിസ്റ്ററിലും ഫ്ലോ ചെയ്യുന്ന വോൾട്ടേജ് സെയിം ആയിരിക്കും. അതായത് പ്രതിരോധകങ്ങൾ സമാന്തര രീതിയിലാണെങ്കിൽ എല്ലാ പ്രതിരോധകങ്ങൾക്കും ഒരേ വോൾട്ടേജ് ലഭിക്കും. അതിനാൽ നമുക്ക് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് 12 ഓം റെസിസ്റ്ററിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് എത്രയായിരിക്കും എന്നാണ്. സോ 12 ഓം റെസിസ്റ്ററിനും വോൾട്ടേജ് 9 വോൾട്ട് തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് V is equal to 9 വോൾട്ട് എന്ന് എടുക്കാം. R is equal to 12 ഓം. അപ്പോൾ കറണ്ടിൻ്റെ ഇക്വേഷൻ I is equal to V by R. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക.
9/12 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.75 ആംബിയർ കറണ്ട് ആയിരിക്കും 12 ഓം റെസിസ്റ്ററിലൂടെ ഫ്ലോ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 16. ഹൗ many resistors of 176 ohm should be connected in parallel to get 5 ampere current from 220 volt supply? അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് 2, 3, 6, 4. ഇവിടെ നമുക്ക് രണ്ട് രീതിയിൽ ഉത്തരം കണ്ടുപിടിക്കാം. 176 ഓം റെസിസ്റ്റേഴ്സ് പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടെന്ന് തന്നിട്ടുണ്ട്. എത്ര എണ്ണം കണക്ട് ചെയ്യണം എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മൾ പഠിച്ചിട്ടുണ്ട് റെസിസ്റ്റേഴ്സ് പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ എല്ലാ റെസിസ്റ്റേഴ്സിൻ്റെയും വാല്യൂ സെയിം ആണെങ്കിലുള്ള ഇക്വേഷനാണ് ക്യാപിറ്റൽ R = സ്മോൾ r/n. ഈ ഇക്വേഷൻ നമുക്കിവിടെ ഉപയോഗിക്കാം. സോ ക്യാപിറ്റൽ R = സ്മോൾ r/n. ഇനി ഇത് കൂടാതെ ഓംസ് ലോ ഉപയോഗിച്ചുള്ള നമുക്ക് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയാം. R = V/I. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ്റെയും ലെഫ്റ്റ് സൈഡ് R ആണ്, ക്യാപിറ്റൽ R ആണ്. അതുകൊണ്ട് നമുക്ക് റൈറ്റ് സൈഡ് ഇക്വേറ്റ് ചെയ്യാം. അങ്ങനെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ ലഭിക്കുന്നത് സ്മോൾ r/n = V/I. ഈ ഇക്വേഷനിൽ നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ n = 4 നമ്പേഴ്സ് എന്ന് നമുക്ക് ലഭിക്കും. ഇതൊരു രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ ഓംസ് ലോ ഉപയോഗിച്ചിട്ട് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക. R = V/I കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് റെസിസ്റ്റൻസ് കിട്ടും. ആ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ R = സ്മോൾ r/n സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തും നമുക്കിതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 17. Depict a figure showing the arrangement of 3 resistors in a circuit to get an effective resistance of 9 ohm and 4 ohm. ഇപ്പോൾ ചോദ്യത്തിൽ 3 റെസിസ്റ്റേഴ്സ് ഉപയോഗിച്ച് 9 ഓം 4 ഓം ലഭിക്കുന്ന സർക്യൂട്ട്സ് വരയ്ക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇവിടെ രണ്ട് സർക്യൂട്ടിലും നമ്മൾ ഉപയോഗിക്കേണ്ടത് ഒരേ റെസിസ്റ്റേഴ്സ് ആയിരിക്കണം. അതായത് റെസിസ്റ്റേഴ്സിൻ്റെ വാല്യൂ മാറാൻ പാടില്ല. അപ്പോൾ നമ്മളിവിടെ എടുക്കുന്നത് 6 ഓമിൻ്റെ 3 റെസിസ്റ്റേഴ്സാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 6 ഓം പ്രതിരോധമുള്ള 3 പ്രതിരോധങ്ങളാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 1, 9 ഓം എഫക്റ്റീവ് റെസിസ്റ്റൻസ് കിട്ടണമെങ്കിൽ ഇവ ഏത് രീതിയിൽ കണക്ട് ചെയ്യണം? അപ്പോൾ നമ്മൾ കണക്ട് ചെയ്യുന്നത് 6 ഓമിൻ്റെ 2 റെസിസ്റ്റേഴ്സ് പാരലായിട്ട് കണക്ട് ചെയ്യുന്നു. 6 ഓമിൻ്റെ 2 റെസിസ്റ്റേഴ്സ് പാരലായിട്ട് കണക്ട് ചെയ്താൽ അതിൻ്റെ ആൻസർ 3 ഓം ആയിരിക്കും. ഈ 3 ഓം പ്ലസ് 6 ഓം, അങ്ങനെയാണ് നമുക്ക് ആദ്യത്തെ ഉത്തരം 9 ഓം ലഭിക്കുന്നത്. അപ്പോൾ സർക്യൂട്ട് ഡയഗ്രം ഇപ്രകാരമായിരിക്കും. 2 6 ഓം റെസിസ്റ്റേഴ്സ് പാരലായിട്ട് കണക്ട് ചെയ്യുന്നു. അവയ്ക്ക് സീരീസ് ആയിട്ട് മറ്റൊരു 6 ഓം റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുന്നു. അങ്ങനെ ടോട്ടൽ നമുക്ക് 9 ഓം എഫക്റ്റീവ് റെസിസ്റ്റൻസ് ലഭിക്കും. രണ്ടാമത്തത് എഫക്റ്റീവ് റെസിസ്റ്റൻസ് കിട്ടേണ്ടത്, സഫല പ്രതിരോധം ലഭിക്കേണ്ടത് 4 ഓം ആണ്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ സർക്യൂട്ട് കണക്ട് ചെയ്യുന്നത് 2 6 ഓം റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യും. 2 6 ഓം പ്രതിരോധങ്ങൾ ശ്രേണി രീതിയിൽ കണക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ലഭിക്കുന്നത് 12 ഓം ആയിരിക്കും. ഈ 2 റെസിസ്റ്റേഴ്സിന് പാരലായിട്ട് മറ്റൊരു 6 ഓം റെസിസ്റ്റർ കണക്ട് ചെയ്യും. അപ്പോൾ ഈ 12 ഓം ആൻഡ് 6 ഓം രണ്ടും കൂടി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന ആൻസർ 4 ഓം ആയിരിക്കും.